നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണം തൊട്ടാൽ പൊള്ളും, സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. സ്വർണ്ണവില കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പവന് 80,000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഗ്രാം വില 10,000 രൂപ എന്ന നാഴികക്കല്ല്. ഈ സ്വർണ്ണവിലയിൽ റെക്കോർഡ് കുതിപ്പാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പവന്റെ വില ഇതാദ്യമായിട്ടാണ് 80,000 കടന്ന് 80,880 രൂപയായി മാറിയത്. ഒരൊറ്റ ദിവസം കൊണ്ട് 1000 രൂപ പവന് കൂടി. ഗ്രാമിന് 125 രൂപ ഉയർന്നു. ഇപ്പോൾ അത് 10,110 രൂപയായി ഗ്രാമിന് മാറിയിരിക്കുകയാണ്. 81,000 രൂപ എന്ന അടുത്ത ദൂരത്തിലേക്ക് പവൻ ഇനി 120 രൂപ മാത്രം അകലെയാണ്. ഒരൊറ്റ പവന്റെ ആഭരണം വാങ്ങാൻ പോലും ഇനി മിനിമം കൊടുക്കേണ്ടത് 87,530 രൂപ. 3% GSTയും 53.10 രൂപ ഹോൾമാർക്ക് ചാർജും കുറഞ്ഞത് 5% പണിക്കൂലിയും ചേർത്തുള്ള വാങ്ങൽ തുകയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒറ്റ ഗ്രാം സ്വർണ്ണാഭരണത്തിന് ഇതുപ്രകാരം മിനിമം 11,000 രൂപയ്ക്ക് അടുത്തും നൽകണം. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ മാത്രം കേരളത്തിൽ ഗ്രാമിന് 895 രൂപയും ഗ്രാമിന് 7,160 രൂപയും കൂടിയിരുന്നു. ആഭരണ പ്രിയരുണ്ട്, വിവാഹം ഉൾപ്പെടെ ആവശ്യങ്ങളുള്ളവരുണ്ട്, സ്വർണം വാങ്ങേണ്ടവരുണ്ട്. ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ സ്വർണ്ണവില വർദ്ധിക്കൽ നൽകിയിരിക്കുന്നത്. രാജ്യാന്തര വിലയിലെ കുതിപ്പാണ് കേരളത്തിലെ വിലയെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രയാസകരം. രാജ്യാന്തര വില ഔൺസിന് ചരിത്രത്തിൽ ആദ്യമായി $3,600 മുകളിലെത്തിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ $65 മുന്നേറി $3,654 എന്ന സർവകാല ഉയരം തൊട്ട വില നിലവിൽ വ്യാപാരം ചെയ്യുന്നത് $3,649. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US-ൽ അടിസ്ഥാന പലിശ നിരക്ക് കുത്തനെ കുറയാനുള്ള സാധ്യത തെളിഞ്ഞതോടെയാണ് സ്വർണ്ണവില ഇത്തരത്തിൽ വർദ്ധിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത്. ഈ മാസം ചേരുന്ന യോഗത്തിൽ ഫെഡറൽ റിസർവ് 0.5% കുറവ് പലിശയിൽ വരുത്തിയേക്കും. എന്നാൽ ഈ പലിശ ഇറക്കം എങ്ങനെ സ്വർണത്തിന് നേട്ടമാകും നോക്കാം. പലിശ നിരക്ക് കുറയുന്നത് US ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക്, US ഗവൺമെന്റിലെ കടപത്രങ്ങളിലെ നിക്ഷേപങ്ങളുടെ ആദായ നിരക്ക് എന്നിവയെ കുറയാൻ സഹായിക്കും. ഫലത്തിൽ ഇവ അനാകർഷകമാവുകയും ചെയ്യും. മാത്രമല്ല, ബാങ്ക് നിക്ഷേപം, ട്രഷറി നിക്ഷേപം എന്നിവയിൽ നിന്ന് പിൻവലിഞ്ഞ് ഗോൾഡ്, ETF-ലേക്കും മറ്റും കൂടുതൽ നേട്ടമുന്നമിട്ട് പണം മാറ്റുകയാണ് നിക്ഷേപകർ. ഇത് ഡോളറിന് കനത്ത തിരിച്ചടിയായി മാറുന്നുണ്ട്. കൂടാതെ US ഡോളർ ഇൻഡെക്സ് 97 നിലവാരത്തിലേക്ക് എത്തി. 10 വർഷ ട്രഷറി ഈൽഡ് 4.0 നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോളർ താഴ്ന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടി. ഇതോടെ വില കൂടി. സംസ്ഥാനത്തെ ചില ജ്വല്ലറികളിൽ 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 105 രൂപ കുതിച്ച് റെക്കോർഡ് 8,375 രൂപയായി. വെള്ളിക്ക് ഗ്രാമിന് 2 രൂപ ഉയർന്ന് 137 രൂപയായി. ഇതും റെക്കോർഡാണ്. മറ്റൊരു വിഭാഗം വ്യാപാരികൾ 18 കാരറ്റ് സ്വർണത്തിന് നൽകിയ വില ഗ്രാമിന് 100 രൂപ ഉയർത്തി 8,300 രൂപയാണ്. വെള്ളിക്ക് 133 രൂപയിൽ വില മാറ്റമില്ലാതെ നിർത്തിയിട്ടുണ്ട്. രാജ്യാന്തര സ്വർണത്തിന്റെ മുംബൈ വിപണി വില, ഇന്ത്യയിലേക്ക് സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകൾ ഈടാക്കുന്ന നിരക്ക്, കൂടാതെ രൂപ ഡോളർ വിനിമയ നിരക്ക് എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ ദിവസവും രാവിലെ കേരളത്തിൽ സ്വർണ്ണവില നിർണ്ണയിക്കുന്നത്. മുംബൈ വില ഗ്രാമിന് 134 രൂപയും ബാങ്ക് റേറ്റ് 115 രൂപയും കൂടി. പക്ഷേ ഡോളറിന്റെ തകർച്ച മുതലെടുത്ത് രൂപ ഇന്ന് 25 പൈസ നേട്ടവുമായി 87-ലെത്തി. ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മൂല്യം 88-ൽ നിന്ന് 87 നിലവാരത്തിലേക്ക് മെച്ചപ്പെടുന്നത്. രൂപ മെച്ചപ്പെട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില ഇന്ന് തന്നെ പവന് 81,000 രൂപ കടക്കുമായിരുന്നു. ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയം, US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകൾ തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് വില വർധനവിന്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗിലെ നിക്ഷേപകർ ഇപ്പോഴും ഹോൾഡ് ചെയ്യപ്പെടുന്നതും വില വർധനവിലേക്ക് നയിച്ചു. അന്താരാഷ്ട്ര സ്വർണ്ണവില 3,670 കടന്ന് മുന്നോട്ട് പോയാൽ $3,800 എത്തുമെന്നുള്ള സൂചനകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് തന്നെയാണ്, ഉയരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർണ്ണവില ഇനിയും വർദ്ധിക്കുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.